ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് വ്യൂ ഓഫ് വാലേസ് എന്താണെന്ന് മനസ്സിലാക്കാം. അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയ നീൽ വാലേസിന്റെ മാക്രോ എക്കണോമിക് വ്യൂ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാക്രോ എക്കണോമിക് വ്യൂ ഓഫ് വാലേസ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് വ്യൂ അസോസിയേറ്റഡ് വിത്ത് നീൽ വാലേസ് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് വാട്ട് ഈസ് നോൺ ആസ് ദ റാഷണൽ എക്സ്പെക്ടേഷൻസ് റെവല്യൂഷൻ ഇൻ എക്കണോമിക്സ്. അതായത് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് നീൽ വാലേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഈ മാക്രോ എക്കണോമിക് വ്യൂ എന്ന് പറയുന്നത് എക്കണോമിക്സിൽ റാഷണൽ എക്സ്പെക്ടേഷൻ റെവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് റാഷണൽ എക്സ്പെക്ടേഷൻ, യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, അതായത് മോണിറ്ററി ഫിസ്ക്കൽ പോളിസി പോലുള്ള പോളിസികൾ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവർ ഇപ്പോഴുള്ള അവരുടെ സ്പെൻഡിങ് പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്യും. ഫേംസും കൺസ്യൂമേഴ്സ് അഥവാ ഹൗസ് ഹോൾഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ പോളിസി ഒന്നും അത്ര എഫക്റ്റീവ് അല്ലാതെ പോകും. വിലയിൽ അവർക്ക് വില കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും. പ്രൈസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഒരു റാഷണൽ എക്സ്പെക്ടേഷൻ റെവല്യൂഷൻ എന്ന് എക്കണോമിക്സിൽ അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇപ്പം വാലേസ് എലോങ് വിത്ത് അതർ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ലൈക്ക് റോബർട്ട് ലൂക്കാസിനെ പോലുള്ള ഇദ്ദേഹത്തിനോടൊപ്പം ഉള്ള ക്ലാസിക്കൽ എക്കണോമിക്സിലാണ് കേട്ടോ. ഇദ്ദേഹവും കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയാസ് ദാറ്റ് എംഫസൈസ് ദ റോൾ ഓഫ് എക്സ്പെക്ടേഷൻ. ഇദ്ദേഹത്തിന് കൂടാതെ മറ്റ് എക്കണോമിക്സുകളും ഇതുപോലുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റോൾ ഓഫ് എക്സ്പെക്ടേഷൻ പോലെയുള്ളത്, മാർക്കറ്റ് ക്ലിയറിങ്, അതായത് എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ ഇല്ലാതെ മാർക്കറ്റ് ക്ലിയർ ആവുന്നൊരവസ്ഥ, പിന്നെ ആൻഡ് ദ ലിമിറ്റേഷൻസ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മോണിറ്ററി ഫിസ്ക്കൽ പോളിസിയുടെ ലിമിറ്റേഷൻസ്, എന്തുകൊണ്ടാണ് ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നത്? റാഷണൽ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവരുടെ സ്പെൻഡിങ് കൺസംഷൻ പാറ്റേണുകളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ വിലയിലുണ്ടാകുന്ന ആ ഒരു ഫിസ്ക്കൽ മോണിറ്ററി പോളിസിയിലൂടെ വിലക്കയറ്റത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ ഡിഫ്ലേഷനെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ സംഭാവനകളാണ്. ഇൻഫ്ലുവൻസിങ് റിയൽ എക്കണോമിക് വേരിയബിൾസ്, അതായത് റിയൽ ഔട്ട്പുട്ട്, അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയ്മെൻറ്റ് ലെവൽ, ഇതൊക്കെയാണ് റിയൽ എക്കണോമിക് വേരിയബിൾസ് ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഇനി ഇതിലെ കീ എലമെൻറ്റ്സ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കീ എലമെൻ്റ് എന്ന് പറയുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ തന്നെയാണ്. റാഷണൽ എക്സ്പെക്ടേഷൻസ് ഹൈപ്പോത്തിസിസ്, അതായത് വാലസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഹൈപ്പോത്തിസിസ്. ഇദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണിത് കേട്ടോ. അതായത് വിച്ച് പോസിറ്റ്സ് ദാറ്റ് എക്കണോമിക് ഏജൻസ്, ആരൊക്കെയാണ് എക്കണോമിക് ഏജൻസ്? കൺസ്യൂമേഴ്സ്, ഫേംസ് മുതലായ എക്കണോമിക് ഏജൻസ് യൂസ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? എഫിഷ്യൻ്റ്ലി ആൻഡ് ഫോം എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ദാറ്റ് ആർ, അതായത് വരാൻ പോണ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ എന്താണെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഉള്ള നിലവിലുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർ കളക്ട് ചെയ്യും. ഓൺ ആവറേജ് കറക്റ്റ്, അത് ഒന്നുകിൽ ഒരു ഏകദേശം അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും അത് വരുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് സിസ്റ്റമാറ്റിക് മോണിറ്ററി ഓർ ഫിസ്ക്കൽ പോളിസീസ് കനോട്ട് സിസ്റ്റമാറ്റിക്കലി ഫൂൾ പീപ്പിൾ. അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇവരെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ആൻറ്റിസിപ്പേറ്റ് ദ എഫക്ട്സ് ഓഫ് സച്ച് പോളിസീസ്. അവർക്കറിയാം ആ പോളിസി നടപ്പിലാക്കും, അപ്പോൾ ഇന്ന എഫക്ട്സ്, പ്രൈസ് ലെവൽ ഇത്ര ഉയരും അല്ലെങ്കിൽ ഇത്ര താഴും, വേജ് റേറ്റ് ഇത്ര വർദ്ധിക്കും, ഇതെല്ലാം ഈ വേരിയബിൾസ് എല്ലാം എത്ര മാറുമെന്ന് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കീ എലമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ. അതായത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ റാഷണൽ എക്സ്പെക്ടേഷൻസിൻ്റെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒന്ന് തന്നെയാണിത് കേട്ടോ. അതായത് വൺ ഓഫ് വാലേസ് മോസ്റ്റ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ഈസ് ദ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. ഇദ്ദേഹം തോമസ് സെർഗൻ എന്നൊരു എക്കണോമിസ്റ്റുമായിട്ട് ചേർന്നിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്, ഡെവലപ്ഡ് വിത്ത് തോമസ് സെർഗൻ. ദിസ് പ്രൊപ്പോസിഷൻ ആർഗ്യൂസ് ദാറ്റ് ഇഫ് എക്കണോമിക് ഏജൻസ് ഹാവ് റാഷണൽ എക്സ്പെക്ടേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ സിസ്റ്റമാറ്റിക് മോണിറ്ററി പോളിസി, അതായത് ഒരു ഇതാണ് അവനെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്, സച്ച് എ പ്രെഡിക്റ്റബിൾ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ, ഒരു മണി സപ്ലൈ കൂട്ടാനുള്ളൊരു മോണിറ്ററി പോളിസി കൊണ്ടുവരാനെടുത്ത് വിൽ നോട്ട് അഫക്റ്റ് റിയൽ വേരിയബിൾസ് ലൈക്ക് ഔട്ട്പുട്ട് പോലുള്ള റിയൽ വേരിയബിൾസിന് ഇതൊന്നും ബാധിക്കത്തില്ല. ഓർ എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് ഇതൊക്കെ റിയൽ വേരിയബിൾസ് ആണ്. ഇൻ ദ ലോങ് റണ്ണിൽ ഇതിനെയൊന്നും സ്വാധീനിക്കത്തില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു ചേഞ്ച് ഈ പോളിസികൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, എനി അറ്റംപ്റ്റ് ബൈ പോളിസി മേക്കേഴ്സ് ടു സിസ്റ്റമാറ്റിക്കലി ഇൻഫ്ലുവൻസ് ദീസ് വേരിയബിൾസ് വിൽ ബി ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ഓഫ്സെറ്റ് ബൈ ദ ആക്ഷൻസ് ഓഫ് എക്കണോമിക് ഏജൻസ്. അതായത് എക്കണോമിക് ഏജൻസിൻ്റെ ആക്ഷൻസ് മൂലം
ഇതെന്ത് ചെയ്യും, ഇവർ കൊണ്ടുവരുന്ന ഇവരുടെ ആൻറ്റിസിപ്പേഷൻ മൂലം ഈ പോളിസികളൊക്കെ ഇവർ അത്ര എഫക്റ്റീവ് അല്ലാതെ പോകും. ഇവർ അതിനെ എന്ത് ചെയ്യും, അതിനെ ഓഫ്സെറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതിന് എഫക്റ്റ് കുറച്ച് കളയും. ഓക്കെ, അപ്പോൾ ലീവിങ് ദ റിയൽ എക്കണോമി അൺചേഞ്ച്ഡ്. അതായത് റിയൽ എക്കണോമി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, റിയൽ ഔട്ട്പുട്ടുകൾ, അതായത് ഔട്ട്പുട്ട്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കും. ആൻഡ് ഓൺലി അഫക്റ്റിംഗ് നോമിനൽ വേരിയബിൾസ് ലൈക്ക് പ്രൈസസ് ആൻഡ് വേജസ്. അതായത് പ്രൈസിനെയും വേജസിനെയും മാത്രമേ ഇത് അഫക്റ്റ് ചെയ്യാൻ ഇവർ അനുവദിക്കുകയുള്ളൂ, കാര്യം ഈ ആൻറ്റിസിപ്പേഷൻ കിടക്കുന്നത് കൊണ്ട്. അടുത്തെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കീ പോയിൻ്റാണ്. ഇതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സിനെ വെല്ലുവിളിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ് കേട്ടോ. അതായത് വാലേസ് ഇൻ ലൈൻ വിത്ത് ന്യൂ ക്ലാസിക്കൽ തോട്ട്. അതായത് ന്യൂ ക്ലാസിക്കൽ ആ തോട്ടിൻ്റെ ആ ഒരു രീതിയിൽ ഹെൽഡ് ദാറ്റ് മണി ഈസ് ന്യൂട്രൽ ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ ഇദ്ദേഹം മണി ന്യൂട്രൽ ആണെന്ന് പറയുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ. അതായത് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് മണി സപ്ലൈയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ ഡു നോട്ട് അഫക്റ്റ് റിയൽ വേരിയബിൾസ് ലൈക്ക് ഔട്ട്പുട്ട് ഓർ എംപ്ലോയ്മെൻറ്റ്. അതായത് റിയൽ വേരിയബിൾസ് ആയ ഔട്ട്പുട്ടിലോ എംപ്ലോയ്മെൻറ്റിലോ ഈ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നില്ല ലോങ് റണ്ണിൽ. അതാണ് മണി ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ഓൺലി നോമിനൽ വേരിയബിൾസ് ലൈക്ക് ദ പ്രൈസ് ലെവൽ. അതായത് പ്രൈസ് ലെവൽ പോലുള്ള നോമിനൽ വേരിയബിൾസിനെ മാത്രമേ ഇത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ കെയ്ൻസ് പറയുന്നത് എങ്ങനെയാണ്, ദിസ് വ്യൂ ചാലഞ്ചസ് ദ കെയ്നീഷ്യൻ പെർസ്പെക്റ്റീവ്. അതായത് കെയ്നീഷ്യൻ പെർസ്പെക്റ്റീവിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, വിച്ച് ആർഗ്യൂസ് ദാറ്റ് മോണിറ്ററി പോളിസി ക്യാൻ ഹാവ് റിയൽ എഫക്ട്സ്. മോണിറ്ററി പോളിസിക്ക് റിയൽ എഫക്ട്സ് കൊണ്ടുവരാമെന്നാണ് കെയ്ൻസ് പറയുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ ഷോർട്ട് റൺ. അതായത് പ്രത്യേകിച്ച് ഷോർട്ട് റണ്ണിലും ഇതിന് ചേഞ്ച് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് പറഞ്ഞത്, നമ്മുടെ വാലേസ് പറഞ്ഞത്. അടുത്തെന്ന് പറയുന്നത് ദ റോൾ ഓഫ് എക്സ്പെക്റ്റേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് റാഷണൽ എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ റോളാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, വാലേസ് വർക്ക് എംഫസൈസ്ഡ് ദ ക്രൂഷ്യൽ റോൾ ദാറ്റ് എക്സ്പെക്റ്റേഷൻസ് പ്ലേ ഇൻ എക്കണോമിക്സ് ഔട്ട്കംസ്. അതായത് എക്കണോമിക് ഔട്ട്കംസിൽ ഈ എക്സ്പെക്റ്റേഷൻ്റെ റോള് ഇദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഹി ആർഗ്യൂഡ് ദാറ്റ് സിൻസ് ഇൻഡിവിജ്വൽസ് ഫോം എക്സ്പെക്റ്റേഷൻസ് റാഷണലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഷണലായിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ ഫോം ചെയ്യുന്നുണ്ട്, ദേ വിൽ അഡ്ജസ്റ്റ് ദർ ബിഹേവിയർ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് പോളിസീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് പോളിസി അനുസരിച്ച് ഇവരുടെ ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനത് മുൻകൂട്ടി പറഞ്ഞതല്ല കേട്ടോ, ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് വരുന്നത്. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദോസ് പോളിസീസ് ടു അച്ചീവ് ദെയർ ഇൻറ്റൻഡഡ് എഫക്ട്സ്. അവർ ഉദ്ദേശിച്ച എഫക്ട്സ് കൊണ്ടുവരാൻ കഴിയാതെ, ഈ പോളിസിക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയാതെ പോകും. അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി, RBC തിയറി നമുക്ക് വായിക്കാം. വാലേസ് വർക്ക് ലെയ്ഡ് സം ഓഫ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. അതായത് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത ഒരു വർക്കാണ് ഇദ്ദേഹത്തിൻ്റേത്. അപ്പം ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്ന് പറയുന്നത് വിച്ച് ആട്രിബ്യൂട്ട്സ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എക്കണോമി ടു റിയൽ. ഓക്കെ, അതായത് എക്കണോമിയെ റിയലുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ്. ഓക്കെ, റിയൽ ഷോക്സുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ആസ് ഒപ്പോസ് ടു നോമിനൽ ഷോക്സ്. അതായത് നോമിനൽ ഷോക്ക് അല്ലാതെ റിയൽ ഷോക്സുമായിട്ട്. ഏതൊക്കെയാണ് റിയൽ ഷോക്സ്? സച്ച് ആസ് ചേഞ്ചസ് ഇൻ ടെക്നോളജിയിലുണ്ടാകുന്ന ചേഞ്ച് ഓർ പ്രൊഡക്ടിവിറ്റിയിലുണ്ടാകുന്ന ചേഞ്ച്, ഇതുമായിട്ട് ഇദ്ദേഹം ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബന്ധപ്പെടുത്തി പറയാനാണ് ഇദ്ദേഹം ശ്രമിച്ചതെന്ന് പറയുകയാണ്. റാദർ ദാൻ ടു ചേഞ്ചസ് ഇൻ മോണിറ്ററി ഓർ ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി ഫിസ്ക്കൽ പോളിസിയോ ബന്ധപ്പെടുത്താതെ റിയൽ ഷോക്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണ്, അങ്ങനെ ഒരു ഗ്രൗണ്ട് വർക്കാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്രിട്ടിക് ഓഫ് ഡിസ്ക്രിഷണറി പോളിസി. അതായത് വിവേചനപരമായിട്ടുള്ള പോളിസീസ് നടപ്പിലാക്കുന്നതിനെ ഇദ്ദേഹം വിമർശിച്ചിരുന്നു. വാലേസ് വാസ് ക്രിട്ടിക്കൽ ഓഫ് ഡിസ്ക്രിഷണറി എക്കണോമിക് പോളിസി, ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു, ഇതിൻ്റെ ഒരു എക്കണോമിക് പോളിസിയുടെ ഇങ്ങനെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള എക്കണോമിക് പോളിസിയുടെ വിമർശനമായിരുന്നു. ഇദ്ദേഹം ആർഗ്യൂ ചെയ്ത് എന്താണ്, ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു അൺസർട്ടനിറ്റി ആൻഡ് ഇൻഎഫിഷ്യൻസി. അത് അനിശ്ചിതത്വത്തിലേക്കും ഇൻഎഫിഷ്യൻസിയിലേക്കും നയിക്കുന്നു എന്ന് ഇദ്ദേഹം ആർഗ്യൂ ചെയ്തു ഈ ഡിസ്ക്രിഷണറി പോളിസി എടുത്തു കഴിഞ്ഞാൽ. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹി അഡ്വക്കേറ്റഡ്, ഇദ്ദേഹം വാദിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹി അഡ്വക്കേറ്റഡ് ഫോർ റൂൾസ് ബേസ്ഡ് പോളിസീസ് വേർ ദ ഗവൺമെൻറ് കമ്മിറ്റ്സ് ടു എ പ്രെഡിക്റ്റബിൾ ആൻഡ് ട്രാൻസ്പാരൻറ്റ് പോളിസി ഫ്രെയിംവർക്ക്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സുതാര്യമായിട്ടുള്ള ഒരു പോളിസി, അതായത് റൂൾ ബേസ്ഡ് പോളിസി ആണ് ഇദ്ദേഹം, അതിനുവേണ്ടിയാണ് ഇദ്ദേഹം വാദിച്ചത്. വേർ ദ ഗവൺമെൻറ് കമ്മിറ്റ്സ് ടു എ പ്രെഡിക്റ്റബിൾ, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഓർ ട്രാൻസ്പാരൻറ്റ്, സുതാര്യമായ പോളിസിക്ക് വേണ്ടി ഇദ്ദേഹം വാദിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് റെഡ്യൂസിങ് ദ അൺസർട്ടനിറ്റി ഫേസ്ഡ് ബൈ എക്കണോമിക് ഏജൻസ് ഫേസ് ചെയ്യുന്ന ആ ഒരു അനിശ്ചിതത്വത്തെ ഇല്ലാതാക്കാൻ ഈ സുതാര്യമായ എക്കണോമിക് പോളിസി സഹായിക്കുന്നു എന്ന് ഇദ്ദേഹം വാദിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ വിവേചനപരമായിട്ടുള്ള പോളിസിയുടെ വിമർശകനായത്.
ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറി ആയിട്ട് പറയാവുന്നത് നീൽ വാലേസ് കോൺട്രിബ്യൂഷൻസ് ടു ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് എംഫസൈസ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എംഫസൈസ് ചെയ്യുന്ന ഊന്നി പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷനെ പറ്റി, അതായത് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ദ ലിമിറ്റേഷൻസ് ഓഫ് പോളിസി ഇൻ്റർവെൻഷൻസ്, അതായത് പോളിസി ഇൻ്റർവെൻഷൻസിൻ്റെ, അതായത് ഓരോ പോളിസി മോണിറ്ററി ഫിസിക്കൽ പോളിസി പോലുള്ള പോളിസികളിൽ അതിൻ്റെ ഇൻ്റർവെൻഷൻസിനുള്ള ലിമിറ്റേഷൻസ്, അത് ഒരു പരിധിവരെ നമുക്ക് എക്കണോമിയിൽ ഇൻ്റർവെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ആൻഡ് ദ വ്യൂ ദാറ്റ് മാർക്കറ്റ് ഫോഴ്സസ് ജനറലി ലീഡ് ടു എഫിഷ്യൻറ്റ് ഔട്ട്കംസ്, മാർക്കറ്റ് ഫോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കമ്മിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഹിസ് വർക്ക് ചലഞ്ചസ് ദ മോർ ഇൻ്റർവെൻഷനിസ്റ്റ് അപ്രോച്ച് ഓഫ് കെയ്നീഷ്യൻ എക്കണോമിക്സ്, അതായത് കെയ്ൻസിൻ്റെ ഇൻ്റർവെൻഷനിസ്റ്റ് അപ്രോച്ചിനെ ഇദ്ദേഹത്തിൻ്റെ പോളിസി ചലഞ്ച് ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റിംഗ് ഇൻസ്റ്റഡ് ഫോർ, അതായത് ഇദ്ദേഹം പറയുന്നത് ഫോർ എ ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് വെയർ പോളിസി ഈസ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പോളിസിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഹാൻഡ്സ് ഓഫ്, അതായത് ഇദ്ദേഹം ചേർന്ന് നിൽക്കുന്നതിനോടൊപ്പമാണ്. ആൻഡ് ഡസ് നോട്ട് അറ്റംപ്റ്റ് ടു ഫൈൻ ട്യൂൺ ദ എക്കോണമിയെ ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള അറ്റംപ്റ്റിനോടല്ല, ഒരു സുതാര്യമായിട്ടുള്ള ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പോളിസി അപ്രോച്ചിനാണ് ഇദ്ദേഹം അതിനോടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.